നമസ്കാരം. പ്ലസ് വൺ തേർഡ് അലോട്ട്മെന്റിന്റെ എല്ലാ വിശദാംശങ്ങളും എത്തിയിട്ടുണ്ട്. ഇനി അലോട്ട്മെന്റ് മാത്രമേ വരേണ്ടതുള്ളൂ. ഇന്ന് രാത്രി, നാളെ രാവിലെ കൊണ്ട് അലോട്ട്മെന്റ് എത്തും. അതിന് മുമ്പായിട്ട് വരുന്ന സാധാരണഗതിയിൽ വരുന്ന പ്രസ് റിലീസ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിലെ വിശദാംശങ്ങൾ പ്രകാരം നമ്മൾ ജൂലൈ ഇന്ന് നാളെ രാവിലെ അലോട്ട്മെന്റ് വന്നാൽ തിങ്കളാഴ്ച, അതായത് ജൂൺ 29 തിങ്കളാഴ്ച മുതൽ ജൂലൈ 3 5 മണി വരെ ചേരാനുള്ള സമയമുണ്ട്. എന്ന് പറഞ്ഞാൽ 5 ദിവസം. വളരെ കുട്ടികൾ എല്ലാ തരത്തിലെ ഏത് കോട്ടകളിലേക്കുള്ള കുട്ടികൾക്കും ചേരാൻ സൗകര്യപ്രദമായിട്ടുള്ള ഒരു ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. 5 ദിവസം. ഈ 5 ദിവസം തന്നതുകൊണ്ട് എന്ത് ഗുണമുണ്ട്? ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് ഏത് കോട്ടയിൽ നമുക്ക് സ്വീകാര്യമായ, നമുക്ക് അനുയോജ്യമായ, നമുക്ക് പോയി വരാൻ പറ്റുന്ന സ്കൂളും ആയ, അല്ലെങ്കിൽ ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട സ്കൂള്, നമ്മുടെ കൂട്ടുകാർ പഠിക്കുന്ന സ്കൂള്, ഏത് സ്കൂളാണെന്ന് തിരഞ്ഞെടുക്കാനുള്ള ഒരു സമയം ഇതിനിടയിൽ. അതെങ്ങനെയാണെന്ന് ഞാൻ വിശദമായിട്ട് പറയാം. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് കിട്ടുന്ന കുട്ടികളും തേർഡ് അലോട്ട്മെന്റ് രാവിലെ വരുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. പുതിയതായിട്ട് കിട്ടുന്ന കുട്ടികളും അല്ല, ഹയർ ഓപ്ഷൻ കിട്ടിയ കുട്ടികളും ഈ അലോട്ട്മെന്റ് ലെറ്ററിന്റെ പ്രിന്റ് എടുക്കണം. ആരൊക്കെയാണ് പ്രിന്റ് എടുക്കേണ്ടത്? അലോട്ട്മെന്റ് ലെറ്റർ, സോറി, പുതിയതായിട്ട് ഇതുവരെ കിട്ടാത്ത കുട്ടികൾക്ക് തേർഡ് അലോട്ട്മെന്റിൽ കിട്ടിയെങ്കിൽ അവരെടുക്കണം. രണ്ടാമത്തെ കാര്യം, ഹയർ ഓപ്ഷൻ ഇതുവരെ കിട്ടിയ സെക്കൻഡ് ഓപ്ഷൻ വരെ കിട്ടിയ സ്കൂളല്ല, മൂന്നാമത്തെ അലോട്ട്മെന്റിൽ പുതിയ സ്കൂള് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരും അലോട്ട്മെന്റ് ലെറ്റർ പ്രിന്റ് ഔട്ട് എടുത്ത് പൂരിപ്പിച്ചിട്ട് വേണം പുതിയ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇനി പുതിയ അലോട്ട്മെന്റ് തേർഡിൽ മാറ്റമൊന്നുമില്ല, സെക്കൻഡിൽ തന്നെ ആണ് ഉള്ളത്, തന്നെയാണ് തേർഡിലും നിൽക്കുന്നതെങ്കിൽ പുതിയ അലോട്ട്മെന്റ് ലെറ്ററിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ആ സ്കൂളിൽ നേരിട്ട് ചെന്നാൽ മതി. അവിടെ ഫീസ് അടച്ച് നമുക്ക് പ്രവേശനം നേടാവുന്നതാണ്. തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും, പ്രവേശനം എവിടെയെങ്കിലും കിട്ടിയിട്ടുള്ള എല്ലാ കുട്ടികളും ഒരു കാര്യം മനസ്സിലാക്കുക, ഇനി താൽക്കാലിക അലോട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഈ ആദ്യത്തെ മുഖ്യഘട്ടത്തിൽ ഇല്ല. നിർബന്ധമായിട്ടും എവിടെയെങ്കിലും പ്രവേശനം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾ ഫീസ് അടച്ച് ചേരേണ്ടതാണ്. ഇനി പുതിയ സ്ഥലത്ത് ഹയർ ഓപ്ഷൻ കിട്ടിയ കുട്ടികൾ, അതായത് നേരത്തെ കിട്ടിയിടത്തു നിന്നും മാറി പുതിയൊരു സ്കൂളാണ് നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റിൽ ലഭിച്ചതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പഴയ സ്ഥലത്ത് ഇതിന്റെ പ്രിന്റ് ഔട്ട് എടുക്കണം, അലോട്ട്മെന്റ് ലെറ്ററിന്റെ പ്രിന്റ് ഔട്ട് എടുക്കണം. പഴയ സ്ഥലത്ത് പോയിട്ട് സർട്ടിഫിക്കറ്റുകൾ അവിടുത്തെ പ്രിൻസിപ്പൽ അടുത്ത് നിന്ന് സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ വാങ്ങി പുതിയ സ്ഥലത്ത് രക്ഷിതാക്കളെയും കൂട്ടിച്ചേർന്ന് സ്ഥിരപ്രവേശനം നേടണം. അവിടെ നിങ്ങൾ ഫീസ് അടയ്ക്കണം. ഫീസ് അടച്ച് രക്ഷിതാവ് വേണം, ഫീസ് അടച്ച് പുതിയ സ്കൂളിൽ സ്ഥിരപ്രവേശനം നേടണം. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതെങ്കിലും കുട്ടികൾ കിട്ടാത്തവര്, നിങ്ങൾക്ക് അനുയോജ്യമായ സ്കൂൾ അല്ല കിട്ടിയിരിക്കുന്നത്, എനിക്കവിടെ വേണ്ട എന്ന് തീരുമാനിച്ചാൽ, ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത്തരക്കാർക്ക് സപ്ലിമെന്ററി കൊടുക്കേണ്ട സമയത്ത് അപേക്ഷ നൽകാൻ സാധ്യമല്ല. ഏതെങ്കിലും വിഭാഗത്തിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് പ്രവേശനം കിട്ടിയിട്ടുണ്ടെങ്കിൽ, പ്ലസ് വണ്ണിൽ എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും കോട്ടയിൽ നിങ്ങൾ മെയിൻ കോട്ടകളിൽ എവിടെയെങ്കിലും, കമ്മ്യൂണിറ്റി കോട്ടയില്ല, മുഖ്യധാരയിലെ മെറിറ്റ് കോട്ടയിൽ മെറിറ്റിലും സ്പോർട്സിലും നിങ്ങൾക്ക് പ്രവേശനം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ചേരേണ്ടതാണ്. ചേർന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എവിടെ കിട്ടില്ല? സപ്ലിമെന്ററിക്ക് വേണ്ടി അപേക്ഷിക്കുന്ന സമയത്ത് അപേക്ഷ കൊടുക്കാൻ സാധ്യമല്ല. ഇനി സ്പോർട്സ് കോട്ടയുടെ അലോട്ട്മെന്റും ഇക്കൂട്ടത്തിൽ. സ്പോർട്സ് കോട്ടയെ സംബന്ധിച്ചിടത്തോളം സ്പോർട്സ് കോട്ടയുടെ ലാസ്റ്റ് അലോട്ട്മെന്റാണ് വരുന്നത്. മുഖ്യഘട്ടത്തിലെ ലാസ്റ്റ് അലോട്ട്മെന്റും ഇതിനോടൊപ്പം പ്രസിദ്ധപ്പെടുത്തും. നാളെ തന്നെ സ്പോർട്സ് കോട്ടയുടെ ലാസ്റ്റ് അലോട്ട്മെന്റും പ്രസിദ്ധപ്പെടുത്തും. പക്ഷെ സ്പോർട്സ് കോട്ടക്കാർക്ക് ചേരാനുള്ള സമയം ജൂലൈ 2 വ്യാഴാഴ്ച 4 മണി വരെയുള്ളൂ. ജൂലൈ 2 വ്യാഴാഴ്ച 4 മണി വരെയാണ് അവർക്ക് ചേരാനുള്ള സമയം. ഇനി മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ഈ ഒന്നിൽ കൂടുതൽ കോട്ടകളിലേക്ക് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഒരു ദിവസം കൂടെ മുമ്പോട്ട് കിട്ടി.
അത് വലിയ കാര്യമാണ്. നമ്മളെ സംബന്ധിച്ച്, ചേരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ജൂലൈ 3 വരെ പ്രവേശനത്തിന് സമയം കിട്ടി എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള കോട്ടയിൽ നമുക്ക് ചിലപ്പോൾ 4 എണ്ണത്തിലും കിടക്കുന്ന കുട്ടികളുണ്ടാവും. മെറിറ്റിൽ കിടക്കുന്ന കുട്ടി ഉണ്ടാവും, സ്പോർട്സ് കോട്ടയിലുള്ള കുട്ടി ഉണ്ടാവും, സോറി കമ്മ്യൂണിറ്റി കോട്ടയിൽ ഉണ്ടാവും കുട്ടി, മാനേജ്മെന്റ് കോട്ടയിലും കുട്ടി പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെ 4 കോട്ടകളിലും നിൽക്കുന്ന കുട്ടികൾ നിലവിലുണ്ടായിരിക്കും. അത്തരം കുട്ടികളെ സംബന്ധിച്ച് വളരെ അനുകൂലമായ ഒരു തീരുമാനം ഇപ്പം വന്നിരിക്കുന്നത്. കാരണം 5 ദിവസം പ്രവേശനത്തിന് സമയമുണ്ട്. അപ്പോൾ അത്തരം കുട്ടികൾ ആലോചിച്ച് ഏറ്റവും സൗകര്യപ്രദമായെടുത്ത് സ്ഥിരപ്രവേശനം നേടാം. വളരെ ആലോചിച്ച് ചെയ്യണേ, വളരെ ആലോചിച്ച് ചെയ്യണം. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം? ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കൂൾ നോക്കണം, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോഴ്സാണോ കിട്ടിയതെന്ന് നോക്കണം, നമുക്ക് പോയി വരാൻ പറ്റുന്ന സൗകര്യമുള്ള സ്ഥലത്താണോ സ്കൂൾ കിട്ടിയത് എന്ന് നോക്കണം. സ്കൂളിൻ്റെ അക്കാദമിക നിലവാരങ്ങളൊക്കെ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഏത് സ്കൂളാണ് ഏറ്റവും നന്നായിട്ട് പോകുന്നത്, ആ സ്കൂളിൽ പോകണമെന്നൊരാഗ്രഹം പലരുടെ മനസ്സിലും ഉണ്ടാവും. അങ്ങനെയുള്ള സ്കൂളാവണം. നമ്മളെ ഫ്രണ്ട്സ് പോകുന്നത് മാത്രം നമ്മൾ നോക്കണ്ട, ബാക്കി എല്ലാ കാര്യങ്ങളും അനുയോജ്യമായിട്ടുള്ള ഒരു സ്കൂളിൽ, ഒരു കോഴ്സിൽ, പ്രത്യേകിച്ച് കോഴ്സ്, ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കുക എന്നുള്ളതാണ്. ആ കോഴ്സിലാണ് നിങ്ങൾക്ക് പ്രവേശനം കിട്ടിയെങ്കിൽ നിങ്ങൾ അത് ഏറ്റവും അനുയോജ്യമായത് ഏതാണോ, ചിലർക്ക് 4 കോട്ടയിൽ ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞു. മെറിറ്റ് കോട്ടയിൽ ഉണ്ടാവും, സ്പോർട്സ് കോട്ടയിൽ ഉണ്ടാവും, കമ്മ്യൂണിറ്റി കോട്ടയിൽ ഉണ്ടാവും, മാനേജ്മെന്റ് കോട്ടയിൽ ഉണ്ടാവും. ഈ ഏത് കോട്ടയിൽ ചേർന്നാലാണ് ഏറ്റവും നല്ല അവസരം സ്കൂൾ നിങ്ങൾക്ക് കിട്ടുന്നത്, കോഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നത്, അവിടെ വേണം നിങ്ങൾ പ്രവേശനം നേടാൻ. അത് ആലോചിക്കാനും ഒക്കെ സമയമുണ്ട്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, നിങ്ങൾ എവിടെയെങ്കിലും പോയി സ്ഥിരപ്രവേശനം നേടിയിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. മെറിറ്റിൽ പോയിട്ട് 29-ാം തീയതി പോയിട്ട് പ്രവേശനം നേടി. മെറിറ്റിൽ 29-ാം തീയതി തന്നെ പോയി സ്ഥിരപ്രവേശനം ഒന്ന് നേടി, ഫീസൊക്കെ അടച്ചു. 2-ാം തീയതിയാണ് കമ്മ്യൂണിറ്റി കോട്ട വരുന്നത്. കമ്മ്യൂണിറ്റി കോട്ടയുടെ റാങ്ക് ലിസ്റ്റ് വരുന്നത് 2-ാം തീയതി 10 മണിക്കാണ് രാവിലെ. ആ രാവിലെ 10 മണിക്ക് തന്നെ അവിടെ പ്രവേശനവും തുടങ്ങും. പക്ഷെ നിങ്ങൾ 29-ാം തീയതി പോയിട്ട് മെറിറ്റിൽ സ്ഥിരപ്രവേശനം നേടിയാൽ അവിടെ കമ്മ്യൂണിറ്റി കോട്ടയിൽ നിങ്ങളെ അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു ലിങ്ക് അവിടെ ലഭിക്കില്ല. അപ്പം ഏതെങ്കിലും കോട്ടയിൽ നിങ്ങൾ സ്ഥിരപ്രവേശനം നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു കോട്ടയിലേക്ക് മാറാൻ യാതൊരുവിധ മാർഗവും ഉണ്ടാവില്ല. താൽക്കാലിക പ്രവേശനം ഇതുവരെ ഉള്ളതിന് കുഴപ്പമില്ല, മാറാം. പക്ഷെ സ്ഥിരപ്രവേശനം നിങ്ങൾ ഏതെങ്കിലും സ്കൂളിൽ നേടിയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും കോട്ടയിൽ നേടിയിട്ടുണ്ടെങ്കിൽ മറ്റൊരു കോട്ടയിലേക്ക് നിങ്ങൾക്ക് മാറാൻ കഴിയില്ല എന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കണം. അതിനനുസരിച്ച് മാത്രമേ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാൻ പാടുള്ളൂ. അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യം, ആരും ഇങ്ങനെ പല കോട്ടയിൽ പ്രതീക്ഷിച്ച് നിൽക്കുക. ചിലരെ സംബന്ധിച്ചിടത്തോളം മെറിറ്റ് കോട്ട മാത്രമേ ഉണ്ടാവുള്ളൂ. മെറിറ്റ് കോട്ട മാത്രമുള്ള കുട്ടികൾ, കമ്മ്യൂണിറ്റി ഒന്നും പ്രതീക്ഷിക്കാത്ത കുട്ടികൾ എന്ത് ചെയ്യണം? നിങ്ങൾ 29-ാം തീയതിയോ 30-ാം തീയതിയോ സൗകര്യമുള്ള ഒരു ദിവസം, അല്ലെ 1-ാം തീയതിയൊക്കെ സൗകര്യമുള്ള ഒരു ദിവസം ഇതുപോലെ പോയി ചേരാവുന്നതാണ്. എന്നാൽ കമ്മ്യൂണിറ്റി കോട്ടയൊക്കെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന കുട്ടികൾ വളരെ ആലോചിക്കണം. 29-നും 30-നും ഒന്നും പോയി ചേരരുത്, തിരക്ക് കൂട്ടരുത് എന്ന കാര്യം മനസ്സിലാക്കുക. കമ്മ്യൂണിറ്റി കോട്ട തുടങ്ങുന്നത് ജൂലൈ 2-നാണ്. അപ്പോൾ നമ്മൾ ഓർമ്മിക്കുക, നമുക്ക് മെറിറ്റ് കോട്ടയിൽ കിട്ടിയ സ്കൂൾ ഇഷ്ടപ്പെട്ടില്ല, ഈ കമ്മ്യൂണിറ്റി കോട്ടയ്ക്ക് അപേക്ഷ കൊടുത്ത സ്കൂളാണ് ഇഷ്ടം. അങ്ങനെയെങ്കിൽ 2-ാം തീയതി വരെ കാത്തിരിക്കാം. നമുക്കറിയാം, മെറിറ്റ് കോട്ടയിൽ പ്രവേശിക്കാൻ 3-ാം തീയതി വെള്ളിയാഴ്ച 5 മണി വരെ സമയമുണ്ട്. 3-ാം തീയതി വെള്ളിയാഴ്ച 5 മണി വരെ മെറിറ്റ് കോട്ടയിൽ പ്രവേശിക്കാനുള്ള സമയമുണ്ട്. തിരക്ക് കൂട്ടണ്ട, അതിനിടയിൽ ചേർന്നാൽ മതി. അപ്പോൾ 2-ാം തീയതി നമുക്ക് കമ്മ്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ, കമ്മ്യൂണിറ്റി കോട്ടയിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ ചേരാം. ഇതുവരെ എവിടെയെങ്കിലും താൽക്കാലികം കിട്ടി നിൽക്കുന്നവർക്കാണ് കമ്മ്യൂണിറ്റി കിട്ടിയെങ്കിലോ, അവിടെ നമ്മൾ സീറ്റ് ഉറപ്പിച്ചതിന് ശേഷം ഇവിടെ പോയി സാധനങ്ങൾ, സർട്ടിഫിക്കറ്റുകളൊക്കെ മേടിച്ച് ആ കമ്മ്യൂണിറ്റി കോട്ട കിട്ടിയ സ്കൂളിൽ പോയി ചേരാവുന്നതാണ്. ഇനി മെറിറ്റും കമ്മ്യൂണിറ്റിയും സ്പോർട്സ് കോട്ടയും കിട്ടാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മാനേജ്മെന്റ് കോട്ടയിൽ പ്രവേശനം നേടാവുന്നതാണ്. അപ്പോൾ ഏതാണ് ഏറ്റവും നല്ലത്, ആ ഒരു ഇതിൽ മാത്രമേ ചേരാവൂ. എല്ലാം ഉള്ളവർ, ഒന്ന് മാത്രം ഉള്ളവർ അതിൽ പോയി ചേർന്നുള്ളൂ, അത്ര തന്നെ. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കമ്മ്യൂണിറ്റി കോട്ട പറഞ്ഞ്, അല്ലെ മാനേജ്മെന്റ് കോട്ട പറഞ്ഞ് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ അപ്പുറത്ത് പോയി സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പാടുള്ളൂ.
അതാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈ കമ്മ്യൂണിറ്റി കോട്ടയുടെ ഈ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ 2-ാം തീയതി രാവിലെ 10 മണിക്ക് റാങ്ക് ലിസ്റ്റ് വരും. ആ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ആ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം നമ്മളെ അറിയിക്കണമെന്നാണ് വ്യവസ്ഥ. ഫോൺ മുഖാന്തരം മറ്റോ അവിടുത്തെ സ്കൂൾ അധികൃതര്, സ്കൂളിലെ പ്രിൻസിപ്പല് ഓരോ കുട്ടിയെയും വിളിച്ചറിയിക്കേണ്ടതാണ്. നിങ്ങൾ ഇത്രാമത്തെ റാങ്കാണ്, നിങ്ങൾക്ക് വന്നാൽ പ്രവേശനം തരാം. അപ്പോൾ നമ്മൾ അതിനൊന്നും കാത്തു നിൽക്കരുത്. 2-ാം തീയതി അങ്ങനെയുള്ള കുട്ടികൾ നേരെ സ്കൂളിലെത്തി കാത്തു നിൽക്കുക. സ്കൂളിലെത്തി കാത്തു നിന്ന് ഒരു 2 പേരായിക്കോട്ടെ, അവിടെ ഒരാളെ നിർത്തി പ്രിൻസിപ്പൽ അടുത്തുനിന്ന് ഉറപ്പ് വാങ്ങുക. ഉറപ്പ് വാങ്ങിയതിന് ശേഷം പോയി മറ്റേ സ്കൂളിൽ പോയിട്ട് എന്ത് ചെയ്യണം? സർട്ടിഫിക്കറ്റുകളൊക്കെ അവിടെ നിന്ന് തിരിച്ചു വാങ്ങിയതിന് ശേഷം ഇവിടെ വന്ന് ചേരുക. അപ്പം ഇവിടുത്തെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ, ഈ കമ്മ്യൂണിറ്റി കോട്ടയുടെ പ്രവേശനം എങ്ങനെയാണെന്ന് വെച്ചാൽ റാങ്ക് അടിസ്ഥാനത്തിലാണ്. 1-ാം റാങ്കുകാരനെ വിളിച്ചു, അയാൾ വന്നില്ലെങ്കിൽ 2-ാം റാങ്കുകാരന് കൊടുക്കും. അയാളും വന്നില്ലെങ്കിൽ 3-ാം റാങ്കുകാരന് കൊടുക്കും. അയാളില്ലെങ്കിൽ 4-ാം റാങ്കുകാരന് കൊടുക്കും. ഈ രീതിയിലാണ് ഇത് പ്രവേശനം നടക്കുക. എവിടെ? കമ്മ്യൂണിറ്റി കോട്ടയിൽ. അതിനാണ് റാങ്ക് ലിസ്റ്റ്. അപ്പോൾ നമ്മൾ ഈ വിളിക്കുന്ന സമയത്ത്, അവർ പറയുന്ന സമയത്ത് നമ്മൾ അവിടെ എത്തണം. അല്ല ഫോൺ മുഖാന്തരം നമ്മളെ വിളിച്ചു പറഞ്ഞു നിങ്ങൾക്ക് പ്രവേശനം കിട്ടും, നിങ്ങൾ 1 മണിക്ക് മുമ്പ് ചേരണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആ 1 മണിക്ക് മുമ്പ് പഴയ സ്കൂളിൽ പോയി സർട്ടിഫിക്കറ്റ് വാങ്ങി ഈ കമ്മ്യൂണിറ്റി കോട്ടയിൽ പോയി ചേരാം. അല്ല നിങ്ങൾക്ക് എവിടെ ഇതുവരെ കിട്ടിയില്ലെങ്കിൽ പേടിക്കാനൊന്നുമില്ല, നേരെ സർട്ടിഫിക്കറ്റ് ഒക്കെ ആയിട്ട് പോയി അവിടെ ചേരാവുന്നതാണ്. ഇത്തരത്തിൽ വളരെ ക്ഷമയോടുകൂടി നിന്നാൽ മാത്രമേ ഏറ്റവും അനുകൂലമായ സ്കൂളുകൾ കുട്ടികൾക്ക് പ്രവേശനം ലഭിക്കുകയുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയോ മറ്റോ പ്രതീക്ഷിച്ച് നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ ദയവായി നിങ്ങൾ 29-ാം തീയതിയോ ഈ ചേരാതിരിക്കുന്നല്ലോ എന്ന് വെച്ചിട്ടൊരു ടെൻഷൻ വേണ്ട. മെറിറ്റ് കോട്ടയിൽ 3-ാം തീയതി, അതായത് വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണി വരെ സമയമുണ്ട്. അതിനിടയിൽ ചേർന്നാൽ മതി. അപ്പോൾ തിരക്ക് കൂട്ടരുത്. അങ്ങനെ കമ്മ്യൂണിറ്റി കോട്ടയൊക്കെ ഉള്ള കുട്ടികൾ 29-ാം തീയതിയും ചേരണ്ട, 30-ഉം ചേരണ്ട, 1-ാം തീയതിയും ചേരണ്ട. 2-ന് വരട്ടെ, ചിത്രമൊക്കെ വ്യക്തമായി. ഇനി കമ്മ്യൂണിറ്റി കോട്ടയിൽ നമ്മൾ വളരെ പുറകിലാണ്, സാധ്യതയില്ലെങ്കിൽ നമുക്ക് 3-ാം തീയതി പോയി മെറിറ്റ് ചേരാം. മെറിറ്റ് കോട്ടയിൽ കിട്ടിയ സ്കൂളിൽ ഒരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അവിടെ പോയി ചേരാം. ചാൻസ് കളയരുത്. ഈ രീതിയിലാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു അഭിപ്രായത്തിൽ വളരെ അനുകൂലമായ ഒരു തീരുമാനമാണ് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് വന്നിട്ടുള്ളത്. ജൂലൈ 3-ാം തീയതി വരെ പ്രവേശനത്തിന് സമയം കൊടുത്തിരിക്കുന്നു. നമുക്കറിയാം 1-ാമത്തേലും 2-ാമത്തേലും 2 ദിവസം മാത്രം വീതേ കൊടുത്തിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഈ 3-ാം തീയതി വരെ കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുട്ടികളൊക്കെ തന്നെ പല കോട്ടകളിലും ഉണ്ട്. പല കോട്ടകളിലും കുട്ടികൾ പ്രവേശനത്തിന് കാത്തു നിൽക്കുന്നുണ്ട്. ഒരേ കുട്ടി തന്നെ പല കോട്ടകളിൽ കമ്മ്യൂണിറ്റി കോട്ടയിലും മെറിറ്റ് കോട്ടയിലുമുള്ള കുട്ടികളുണ്ട്. കമ്മ്യൂണിറ്റി മെറിറ്റിലും സ്പോർട്സിലും കമ്മ്യൂണിറ്റിയിലും ഉള്ള കുട്ടികളുണ്ട്. ചിലത് മാനേജ്മെൻറ്റിൽ കൂടി പറഞ്ഞു വെച്ച കുട്ടിയുണ്ട്, ഇവിടെ ഉറപ്പില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് 4 കോട്ടയിൽ ഓക്കെ ആയി നിൽക്കുന്ന കുട്ടികളും ഉണ്ടാവും. അപ്പോൾ ഏത് വേണം നിങ്ങൾ തീരുമാനിക്കുക. ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്കൂളിൽ കുട്ടിക്ക് താല്പര്യമുള്ള, കുട്ടിക്ക് പഠിക്കാൻ കഴിയുന്ന, ഏറ്റവും നമുക്ക് അനുയോജ്യമായ കോഴ്സുള്ള, ട്രാൻസ്ഫർ ഒന്നും ആരും നോക്കിയിരിക്കേണ്ട കേട്ടോ. അതെനിക്ക് പ്രത്യേകം പറയാനുള്ള ഒരു കാര്യം അതാണ്. ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എല്ലാം കഴിഞ്ഞിട്ട് ഇനിയും 1 മാസം കൂടി കഴിഞ്ഞിട്ടേ ട്രാൻസ്ഫർ നടക്കുള്ളൂ. ഈ ട്രാൻസ്ഫർ നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അന്നേരവും ഗ്രേഡ് നോക്കിയിട്ടാണ് ട്രാൻസ്ഫർ കൊടുക്കുക. അതെല്ലാ കുട്ടികൾക്കും കിട്ടണമെന്നില്ല. ചില സ്കൂളുകളിൽ ട്രാൻസ്ഫർ കൊടുത്താൽ അവിടെ എല്ലാം ഫില്ല് ആയിട്ടുണ്ടാവും. അവിടെ നിന്ന് ആരും പോകാനും കൂടി ഇല്ലെങ്കിൽ അവിടെ പിന്നെ ഒരു ട്രാൻസ്ഫർ കിട്ടില്ല. അപ്പോൾ ആരൊക്കെയോ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അന്നേരം ട്രാൻസ്ഫറിൻ്റെ സമയത്ത് കൊമേഴ്സിൽ നിന്ന് സയൻസിലേക്ക് മാറാം, സയൻസിൽ നിന്ന് കൊമേഴ്സിലേക്ക് മാറാം, ഈ സ്കൂളിൽ നിന്ന് ആ സ്കൂളിലേക്ക് മാറാം എന്നൊക്കെ ആരൊക്കെയോ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അങ്ങനെ നടക്കണമെന്നില്ല. ചിലപ്പം നടക്കാം, നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടാം. അത് കണക്ക് കൂട്ടി ഇപ്പോഴേ ഇരിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ വളരെ ആലോചിച്ച് എല്ലാ കാര്യങ്ങളിലും ഒരു തീരുമാനമെടുക്കുക. തീയതികളും ഡേറ്റും ഒക്കെ സമയമൊക്കെ ഇഷ്ടം പോലെയുണ്ട്. കുട്ടിക്ക് അനുയോജ്യമായ തീരുമാനം എടുക്കാനുള്ള സമയമുണ്ട് എന്ന കാര്യം എല്ലാവരും ഓർമ്മിക്കുക. രാവിലെ അലോട്ട്മെൻറ്റ് വരട്ടെ. എല്ലാ കുട്ടികൾക്കും പ്രവേശനം കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഏറ്റവും പുതിയ ഒരു കാര്യം വന്നപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നതാണ്. യഥാർത്ഥത്തിൽ ഈ തേർഡ് അലോട്ട്മെൻറ്റ് എത്തിയിട്ടില്ല. തേർഡ് അലോട്ട്മെൻറ്റ് വരുന്നതിന് മുമ്പ് ഒരു പ്രസ് റിലീസ് സാധാരണഗതിയിൽ പുറത്തേക്ക് വരാറുണ്ട്. അതാണിപ്പോൾ വന്നിട്ടുള്ളത്.
അത് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ വരുമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നാളെ രാവിലേക്ക് ഇന്ന് രാത്രിയിൽ ഏതെങ്കിലും സമയത്തായിരിക്കും ചിലപ്പോൾ. അതിനു വേണ്ടിയിട്ട് ആരും ഉറങ്ങാതൊന്നും ഇരിക്കണ്ട. മിക്കവാറും രാവിലത്തേക്ക് അതിൻ്റെ അപ്ഡേറ്റ്സ് വരും. അങ്ങനെയെങ്കിൽ 6 മണിയാകുമ്പോഴേക്ക് ഈ എൻ്റെ അറിയിപ്പും കൃത്യമായിട്ട് വരും, എങ്ങനെയാണ് എന്താണെന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, നമുക്ക് പേടിക്കാനുള്ള ഒരു ഇതൊന്നുമില്ല. എല്ലാം അനുകൂലമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ ഇരിക്കുക. ഏത് കോട്ട വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാൻ സമയമുണ്ട്, സഫീഷ്യൻറ്റ് ടൈമുണ്ട്. ഓക്കെ.